ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ ശരിയാ. അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചില ടിപ്പർ ഡ്രൈവർമാരെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും. ഈ കുടുംബം ഒന്നാകെ പ്രതിസന്ധിയില്ല. ഇവിടെ മാത്രമല്ല, വൃന്ദാവനത്തിലെ കാര്യം കൂടി ചേർത്താ ഞാൻ പറഞ്ഞത്. അർച്ചന പ്രഗ്നന്റ് ആയതിനു ശേഷമാ ഇതെല്ലാം സംഭവിച്ചത്. എടുത്ത് എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞത് തന്നെ. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാ ഇതിനൊക്കെ കാരണം. ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്. പെട്രോളിൽ കുളിച്ചു നിന്ന കഴിഞ്ഞ രാത്രിയിലെ ഷോക്ക് മരണം വരെ എന്റെ മനസ്സിൽ നിന്ന് മാറില്ല. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. സത്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. നിന്റെ വയറ്റിലെ കുഞ്ഞു തന്നെയാ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അച്ഛാ, അവധിയെടുത്ത് പറയുന്നൊന്നും അച്ഛൻ കേൾക്കുന്നില്ലേ? എന്റെ കുഞ്ഞാണോ ഇതിനെല്ലാം ഉത്തരവാദി? അച്ഛൻ എന്താന്നും മിണ്ടാത്തെ? ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അച്ഛന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ അച്ഛാ? അച്ഛനൊന്നും പറയില്ല. കാരണം ആ ജോത്സ്യന്റെ വായിന്ന് ഇത് കേട്ടപ്പോ തന്നെ അച്ഛനാകെ തകർന്നുപോയി. പിന്നെ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അച്ഛനാകെ തകർത്ത് കളഞ്ഞു. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന മാനസിക സംഘർഷമാണോ അച്ഛൻ ഇന്നലെ രാത്രി അനുഭവിച്ചത്? അച്ഛൻ ഇതിന് എന്തെങ്കിലും ഉത്തരവാദിയാണോ? സന്ദീപ് എന്തെങ്കിലും ചെയ്തിട്ടാണോ? പോട്ടെ, നീയും സച്ചി അടക്കം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതൊക്കെ ഉണ്ടായത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. എന്റെ നന്ദേട്ടൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നത് എല്ലാരും കാണുന്നതല്ലേ. ഇതെല്ലാം വെറുതെ അങ്ങനെ സംഭവിച്ചാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ രാത്രി ആ ഗുണ്ടകള് കയറി വന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വരെ എല്ലാത്തിനും കാരണം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആശുപത്രി വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇതൊന്നും അച്ഛൻ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്? അച്ഛനും കൂടി എന്നെ കൈവിടുകയാണോ? ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം എന്റെ കുഞ്ഞിന്റെ തലയെ കൊണ്ടുപോയി ഇടാനാണ് അവധിയെടുത്ത് ശ്രമിക്കുന്നത്. എന്റെ വയറ്റിൽ വളരുന്ന ജീവൻ അച്ഛന്റെ മകന്റേതാ. ഈ വീട്ടിലെ പേരക്കുട്ടിയാ അത്. ആ കുഞ്ഞിന്റെ പേരില ഇങ്ങനെ ദോഷം ആരോപിക്കുന്നത്. അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തി കിട്ടിയ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല അച്ഛാ. അച്ഛാ, ഞാനും സച്ചേട്ടനും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയല്ല അച്ഛാ. ഇവിടെയും വൃന്ദാവനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്റെ കുഞ്ഞായിട്ട് ചേർത്ത് വെക്കുന്നത് എന്തിനാ? ആ ജോത്സ്യം പറഞ്ഞതൊക്കെ കള്ളമാണ് അച്ഛാ. അതിന് അച്ഛനും കൂടി കൂട്ടു നിൽക്കല്ല. ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. സച്ചിയുടെ മാത്രമല്ല, ഞങ്ങളിത് അംഗീകരിക്കില്ല. ലോകത്ത് ഇന്ന് വരെ ഒരു കുഞ്ഞിനും ഇതുപോലൊരു ദുർവിധി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അച്ഛാ,
അച്ഛനിത് വിശ്വസിക്കരുത്. ഇതുപോലെ ഒരുപാട് കള്ള ജ്യോത്സ്യന്മാർ ഈ നാട്ടിലുണ്ട്. അവര് പല മതങ്ങളിലും ജാതികളിലും പല രൂപത്തിലും ഉണ്ട്. അവര് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പോയാൽ പിന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ ശരിയാ. അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചില ടിപ്പർ ഡ്രൈവർമാരെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും. അർച്ചനടുത്തിന്റെയും സച്ചേട്ടന്റെയും കുഞ്ഞുമായി അതിനെ ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനിയും ആ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛന്റെ വിശ്വാസം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. ജ്യോത്സ്യം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച ഇവിടെ ഒരു മരണം നടക്കും. ഈ വീട്ടിലെ ആണുങ്ങളിൽ ഒരാൾക്ക് അകാല മൃത്യു സംഭവിക്കും. അർച്ചന, അർച്ചന, ആഹാ, ഉറക്കാണോ? ഇവിടെ നടന്നത് വല്ലതും അറിയുന്നുണ്ടോ? ഇനി അങ്ങോട്ടെ അവന്തികയുടെ വിജയത്തിന്റെ ദിവസങ്ങളാ. അതിന്റെ തുടക്കം ഞാൻ കുറിച്ചു കഴിഞ്ഞു. അനൂപിനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവിട്ടിട്ട് അനിയനും അനിയത്തിയും കൂടി തിരിച്ചിങ്ങെത്തി. അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്കടിച്ച് കൊല്ലണം എന്നല്ലേ പറയാറ്? കൊടുത്തു ഞാൻ അവളുടെ പത്തിക്ക് തന്നെ.